സി ഷിനാസ് ഒരുപക്ഷെ നേരത്തെ ജോസഫ് ആന്റണി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് സ്വാഭാവികം നമുക്കറിയാം. ഈ റഷ്യൻ വിഷയത്തിലടക്കം ഉണ്ടായിരുന്ന പാശ്ചാത്യ മാധ്യമങ്ങളെടുത്ത നിലപാടുകളടക്കം നമ്മൾ കണ്ടതാണ്. പ്രശ്നം റഷ്യയാണെന്നും പ്രശ്നം പാലസ്തീനാണെന്നും പ്രശ്നം ഇറാനാണെന്നും വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ. ഒപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതാണ് അറബ് രാഷ്ട്രങ്ങളുടെ ഒരു നിലപാട്. പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ള ചില സംശയങ്ങൾ ജനിപ്പിക്കുന്ന നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. അതുകൂടി ഒന്ന് പരാമർശിച്ചു പോകുന്ന ഒന്നായിരിക്കും. അത് ഡോക്ടർ ജോസഫ് ആന്റണി പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇരട്ടത്താപ്പ്, സപ്പറോഷ്യ. ഇപ്പോൾ സപ്പറോഷ്യ ഇപ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗം റഷ്യയിലാണ്. അവിടെയുള്ള ആണവ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ പ്ലാന്റാണ്. അതിനുമേൽ ഡ്രോൺ ആക്രമണം നടത്തിയത് അധികവും കീവാണ്, റഷ്യയല്ല. റഷ്യയുടെ അധീനതയിലാണ് ആണവ പ്ലാന്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഡ്രോൺ ആക്രമണത്തിൽ ചെറിയ ചില്ലറ ഇതൊക്കെ പറ്റിയപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ, പാശ്ചാത്യ യൂറോപ്പ്, വെസ്റ്റേൺ യൂറോപ്പ് നിലവിളിക്കുകയായിരുന്നു. നോക്കൂ റഷ്യയുടെ അതിക്രമം. ഇവിടെ നോക്കൂ, നതാൻസ് പോലുള്ള ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ, ഇറാൻ്റെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ഈ പുലർച്ചെ അതിഭീകരമായ ആക്രമണം നടത്തി. അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പല ആണവ ഊർജവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി. അപ്പോഴൊന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവുമില്ല. പിന്നെ ഗൾഫ് രാഷ്ട്രങ്ങളുടെ കാര്യം അത് വളരെ സങ്കീർണമാണ്. കാരണം 2020-21 കാലഘട്ടത്തിലാണ് ട്രംപിൻ്റെ കാലത്ത് കാർമ്മികത്വത്തിൽ UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ, അതിൽ 2 അറബ് രാജ്യങ്ങളുണ്ട്, ഗൾഫ് രാജ്യങ്ങളുണ്ട്, 2 അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ 2023 ഒക്ടോബർ 7 സൗദി അറേബ്യയും ഇസ്രായേലുമായി ഈ എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമായി നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഹമാസ് 23 ഒക്ടോബർ 7 ആക്രമണം നടത്തുന്നത്, സൗദി ചർച്ചയിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോൾ ഈ എബ്രഹാം ഉടമ്പടിയിലൂടെ നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ മധ്യേഷ്യൻ ഭൗമരാഷ്ട്രീയത്തെ റീഷേപ്പ് ചെയ്യാനുള്ള ഒരു പദ്ധതി അമേരിക്കക്കും ഇസ്രായേലിനുമുണ്ട്. അതിൽ നിർഭാഗ്യവശാൽ അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് എണ്ണസമ്പുഷ്ട അറബ് രാജ്യങ്ങൾ, ഈ ബഹ്റിൻ, അതുപോലെ UAE ഒപ്പുവെച്ചു. സുഡാൻ, മൊറോക്കോ, ബഹ്റിനും UAEയും ഒപ്പുവെക്കണമെങ്കിൽ സൗദിയുടെ സമ്മതം, കൺസെൻറ്റ് ഉണ്ടായേ തീരൂ. സൗദി പോലും ഒപ്പുവെക്കുമായിരുന്നു ഹമാസിൻ്റെ ഈ ആക്രമണം ഉണ്ടായിരുന്നില്ലെങ്കിൽ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു റീഷേപ്പിംഗ് അറബ് രാജ്യങ്ങളെ കൂട്ടി ഇറാനെ, അപ്പോൾ മറ്റൊരർത്ഥത്തിൽ ഇസ്രായേലിനേക്കാൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനേക്കാൾ ശത്രുത ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് ഇറാനോടാണ്. മുഹമ്മദ് ബിൻ സൽമാൻ്റെ അച്ഛൻ പിതാവായിരുന്നപ്പോൾ പറഞ്ഞത്, ആ സർപ്പത്തിൻ്റെ പത്തി വെട്ടണം, തല വെട്ടണം എന്നാണ്. സർപ്പം ആരാണ്? ഇറാനാണ്. അത് ചരിത്രപരമായി കുറേ പറയാനുണ്ട്. അപ്പോൾ സൗദി അറേബ്യ ആവട്ടെ, ഈ ഗൾഫ് രാജ്യങ്ങളാവട്ടെ, എണ്ണസമ്പുഷ്ട ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ ആണ് ഒരു പക്ഷേ അല്ല, അവർ ഇറാനെയാണ് ഇസ്രായേലിനേക്കാൾ വലിയ ശത്രു പക്ഷത്ത് കാണുന്നത്. മാത്രമല്ല, ഇസ്രായേലുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു നോർമലൈസേഷനാണല്ലോ ഇവരൊക്കെ സ്ഥാപിച്ചത്. വെറും ഡിപ്ലോമാറ്റിക് നോർമലൈസേഷൻ അല്ല, എംബസികൾ തുറന്നതല്ല, വ്യാപാരം മാത്രമല്ല. അവിടെ നിന്ന് സൗദിയും ഈ ഒപ്പുവെച്ച നോർമലൈസേഷൻ സ്ഥാപിച്ച രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിൽ ഏറ്റവും അധികം ഇടപാട് നടക്കുന്നത് സാമഗ്രികളുടെ മേഖലയിലാണ്. ഈ ഡിഫൻസ് ടെക്നോളജി, അതിലാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഏറ്റവും അധികം കണ്ണ്. അപ്പം ഇറാൻ വാസ്തവത്തിൽ നേരത്തെ ജോസഫ് ആന്റണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഹിസ്ബുള്ള പരീക്ഷണമായി, അതുപോലെ ഹമാസ് അത്യധികം ദുർബലമായി, ഹൂത്തികളുടെ കാര്യത്തിൽ അതും അത് 3 രാജ്യങ്ങളാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അമേരിക്ക, അതുപോലെ സൗദി അറേബ്യ, ഇസ്രായേൽ. അപ്പോൾ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഇറാൻ കണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ഇറാനെ സഹായിച്ചിരുന്നവരൊക്കെ വളരെ വളരെ പരിക്ഷീണമായ തളർന്ന അവസ്ഥയിലാണ്. ഇതാണ് തക്ക അവസരം. ലോകത്തെ ഇറാൻ, ഇപ്പോൾ യുക്രൈൻ റഷ്യ സംഘർഷം എടുത്താലും മൊത്തത്തിൽ ഇത് വളരെ അനുകൂലമായ സന്ദർഭമാണ്. മാത്രമല്ല, ഇറാനും അമേരിക്കയും തമ്മിലുള്ള
5 ഘട്ട ചർച്ചകൾ ഏതാണ്ട് പരാജയപ്പെട്ട പോലെയാണ്. അപ്പോൾ അമേരിക്കയുടെ പിന്തുണയോടെ മൗനസമ്മതത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട് ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഇന്നിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്, നോക്കൂ, ഇറാൻ ആക്രമിച്ചു, ഇനിയുള്ള ആക്രമണം ഇതിനേക്കാൾ കൂടുതൽ ഭയങ്കരവും ഭീകരവും മാരകവുമായിരിക്കും. അതുകൊണ്ട് ഉടമ്പടിയിൽ ഒപ്പിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു എന്ന മട്ടിൽ. എന്ന് വെച്ചാൽ ഇത് ഈ ഉടമ്പടിയിൽ ഒപ്പിടിപ്പിക്കാനുള്ള അതിഭീകരമായ സമ്മർദ്ദതന്ത്രം കൂടിയായി വേണം കരുതാൻ. കാരണം ഈ ചർച്ചകളൊക്കെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായതിനു ശേഷമല്ലേ വിജയമാണോ പരാജയമാണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുക. അപ്പൊ ചർച്ചകൾ അവസാന താങ്കൾ പറഞ്ഞതിനാണ് ചർച്ചയുടെ ഒരു പരിണതിയുണ്ട്. അത് ചർച്ച പൂർത്തിയായതിനു ശേഷമാണല്ലോ കണ്ടെത്താൻ കഴിയുക.